കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചല്ലേ, ബയോട്ടിക് കമ്പണൻസും അബയോട്ടിക് കമ്പണൻസും ഒക്കെ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന എക്കോളജിക്കൽ സക്സഷനാണ്. എക്കോളജിക്കൽ സക്സഷൻ, ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ കമ്മ്യൂണിറ്റി ബൈ അനദർ അൺടിൽ എ സ്റ്റേബിൾ സ്റ്റേജ് ഈസ് റീച്ച്ഡ് ഈസ് കാൾഡ് എക്കോളജിക്കൽ സക്സഷൻ. അതായത് ഒരു എക്കോസിസ്റ്റത്തിൽ ഒരു കമ്മ്യൂണിറ്റീനെ മൊത്തമായി നീക്കം ചെയ്ത് അവിടെ വേറൊരു കമ്മ്യൂണിറ്റി വരുന്നതാണ് എന്ത്? എക്കോളജിക്കൽ സക്സഷൻ. ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ കമ്മ്യൂണിറ്റി ബൈ അനദർ അൺടിൽ എ സ്റ്റേബിൾ സ്റ്റേജ് ഈസ് റീച്ച്ഡ് ഈസ് കാൾഡ് എക്കോളജിക്കൽ സക്സഷൻ. അപ്പോൾ എക്കോളജിക്കൽ സക്സഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, 2 types. ഫസ്റ്റ് വൺ, പ്രൈമറി സക്സഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ലൈഫ് ഇൻ ആൻ ഏരിയ വേർ നോ ലൈഫ് എക്സിസ്റ്റഡ് ഇയർലിയർ. ഇപ്പോൾ ഒരു പ്രദേശത്ത് യാതൊരു ജീവജാലങ്ങളും ഇല്ല, പ്ലാന്റ്സും അനിമൽസും ഒന്നുമില്ല. ആ പ്രദേശത്ത് എന്ത് ചെയ്യാണ്? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? പ്രൈമറി സക്സഷനാണ്. അപ്പോൾ പ്രൈമറി സക്സഷൻ ബിഗിൻസ് വിത്ത് പയനിയർ ഓർഗാനിസം. അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കുന്ന ആരോ, അതിനെയാണ് നമ്മൾ പയനിയർ ഓർഗാനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒന്നുമില്ലാത്തൊരു പാറ ഒക്കെ നിറഞ്ഞൊരു പ്രദേശമാണെന്ന് വിചാരിക്കുക, വേറൊരു ജീവജാലങ്ങളും പ്ലാന്റ്സും ഒന്നുമില്ല. അപ്പോൾ അവിടെ ആദ്യം രൂപപ്പെടുക ലൈക്കൻസ്, അതായത് ചെറിയ പൂപ്പൽ മാതിരിയുള്ള സാധനങ്ങൾ രൂപപ്പെടുന്നു. പിന്നെ അതിൽ നിന്ന് ചെറിയ ചെറിയ ചെടികൾ പോലുള്ള ഉണ്ടാവുന്നു. പിന്നെ ഷ്രബ്സ്, കുറ്റിച്ചെടികൾ ഉണ്ടാവുന്നു. പിന്നെ അവിടെ വലിയ മരങ്ങൾ ഉണ്ടാവുന്നു. ഓക്കെ. പിന്നെ ആ പ്രദേശത്തേക്ക് എന്ത് ചെയ്യണം? പക്ഷികളും മൃഗങ്ങളൊക്കെ എത്തിച്ചേരണം. അങ്ങനെ ഒന്നുമില്ലാത്ത പ്രദേശത്ത് എന്ത് ചെയ്യണം? പുതിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? പ്രൈമറി സക്സഷൻ. എന്താണ്? പ്രൈമറി സക്സഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ലൈഫ് ഇൻ ആൻ ഏരിയ വേർ നോ ലൈഫ് എക്സിസ്റ്റഡ് ഇയർലിയർ. ഓക്കെ. ദെൻ സെക്കൻഡറി സക്സഷൻ. വെൻ എ കമ്മ്യൂണിറ്റി ഈസ് ഡിസ്റപ്റ്റഡ് ആൻഡ് സക്സഷൻ ഒക്കേഴ്സ് അഗെയിൻ, ഇറ്റ് ഈസ് കാൾഡ് സെക്കൻഡറി സക്സഷൻ. അതായത് നിലനിന്നിരുന്ന ഒരു കമ്മ്യൂണിറ്റി നശിച്ചു പോവുകയും പിന്നീട് അവിടെ പുതിയൊരു കമ്മ്യൂണിറ്റി വരികയും ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി സക്സഷൻ. ഓക്കെ. ദെൻ ഡിസ്റപ്ഷൻ മേ ബി ഫയർ, വിൻഡ്, എർത്ത്. ഇപ്പോൾ ഫയറിൻ്റെ ഫലമായിട്ട്, ഫോറസ്റ്റ് ഫയറിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യാം? ചിലപ്പോൾ അവിടെ മൊത്തം നശിച്ചു പോവാം. അങ്ങനെ പിന്നെ വീണ്ടും അവിടെ എന്ത് ചെയ്യാണ്? സക്സഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതാണെന്ത്? സെക്കൻഡറി സക്സഷൻ. ഇത്രയാണ് എന്ത്? എക്കോളജിക്കൽ സക്സഷൻ. Then next one, food chain. A food chain is the path by which energy passes from one living thing to another. ഒരു ജീവജാലത്തിൽ നിന്ന് മറ്റൊരു ജീവജാലത്തിലേക്ക് എനർജി പാസ് ചെയ്യുന്ന ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എ ഫുഡ് ചെയിൻ ഈസ് ദ പാത്ത് ബൈ വിച്ച് എനർജി പാസസ് ഫ്രം വൺ ലിവിങ് തിങ് ടു അനദർ. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, പിന്നെ ഫ്രോഗ് അതിനെ കഴിക്കുന്നു, ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു. അപ്പോൾ എനർജി ട്രാൻസ്മിഷൻ്റെ ആ പാത്ത് നോക്കുക. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. അതാണ് എന്ത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഫുഡ് വെബ്. ഒന്നിൽ കൂടുതൽ ഫുഡ് ചെയിനുകൾ കൂടിച്ചേരുന്നതിനാണ് എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. എ ഫുഡ് വെബ് ഈസ് ആൻ ഇൻ്റർലോക്കിംഗ് പാറ്റേൺ ഓഫ് ഫുഡ് ചെയിൻസ്. അപ്പോൾ ഫുഡ് ചെയിനുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫുഡ് വെബ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് വെബിൻ്റെ പിക്ചർ നോക്കിക്കോളും. ഇപ്പോൾ ലയണിലോട്ട് എത്തുന്ന പല ഫുഡ് ചെയിനുകളുണ്ട്. അപ്പോൾ അതെന്തായി മാറി? ഫുഡ് വെബായി മാറി. ഓക്കെ. അതാണ് ഫുഡ് ചെയിനും ഫുഡ് വെബും തമ്മിലുള്ള വ്യത്യാസം. ദെൻ നെക്സ്റ്റ് വൺ, എക്കോളജിക്കൽ പിരമിഡ്സ്. Ecological pyramids are graphical representations of the trophic structure of ecosystem. ഒരു ആഹാര ശൃംഖലയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് എന്ത് പറയുന്നത്? എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്കോളജിക്കൽ പിരമിഡ്സ് ആർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ട്രോപ്പിക് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. 3 ടൈപ്പ് ഉണ്ട്, 3 types ഓഫ് എക്കോളജിക്കൽ പിരമിഡ്സ്. pyramid of numbers, pyramid of biomass, pyramid of energy.
അപ്പോൾ എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്കാം. പിരമിഡ് ഓഫ് നമ്പേഴ്സ്, ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് വേരിയസ് ട്രോപ്പിക് ലെവൽ. ഓരോ ട്രോപ്പിക് ലെവലിലെയും ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായി പിരമിഡ് ഓഫ് നമ്പേഴ്സായി. അപ്പോൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്ലാന്റ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് ഗ്രാസ് ലാൻഡൊക്കെ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഡീർ ഉണ്ടാവും. മാനുകളുടെ എണ്ണം കുറച്ച് കുറവായിരിക്കും. അതിലും കുറവായിരിക്കും എന്ത്, ലാൻഡ് എണ്ണം. അപ്പോൾ നമുക്ക് പിരമിഡ് ഓഫ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യത്തെ പിക്ചർ മാതിരിയാണ് കിട്ടുക. അപ്രൈറ്റ് പിരമിഡാണ്, മുകളിലോട്ടാണ് അപ്രൈറ്റ് പിരമിഡ്. ഇനി അതന്നെ പിരമിഡ് ഓഫ് നമ്പേഴ്സ് താഴെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ പിക്ചർ നോക്കിയോ, പ്രൊഡ്യൂസേഴ്സ്, അതായത് ഒരു ട്രീ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെർബിവോർസിൻ്റെ എണ്ണം കൂടുതലാണ്. പിന്നെ അവയുടെ പാരസൈറ്റ്സ് അതിലും കൂടുതലാണ്. ഹൈപ്പർ പാരസൈറ്റ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്താവും, തിരിച്ചാ വരിക. മുകളിലുള്ള ആ പിക്ചർ തിരിച്ചുകൊണ്ട് വരും റെപ്രസെൻറ്റേഷൻ. അതാണ് എന്ത്, ഇൻവെർട്ടഡ് പിരമിഡ്. ഇനി അടുത്താണ് സ്പിൻഡിൽ ഷേപ്പ്ഡ്. സ്പിൻഡിൽ ഷേപ്പ്ഡ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ കുറവ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെർബിവോർസിൻ്റെ എണ്ണം കൂടുതൽ, പിന്നെ അതിൻ്റെ മുകളിലുള്ള കാർണിവോറിൻ്റെ എണ്ണം കുറവ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും, ദാറ്റ് ഈസ് സ്പിൻഡിൽ ഷേപ്പ്ഡ്. അപ്പോൾ ഈ 3 ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, പിരമിഡ് ഓഫ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്രൈറ്റ് പിരമിഡ്, ഇൻവെർട്ടഡ് പിരമിഡ്, സ്പിൻഡിൽ ഷേപ്പ്ഡ് പിരമിഡ്. ദെൻ നെക്സ്റ്റ് വൺ പിരമിഡ് ഓഫ് ബയോമാസ്. അപ്പോൾ ബയോമാസിൻ്റെ ഇതിൽ, അപ്പോൾ ബയോമാസ് പറഞ്ഞാൽ എന്താ, ഒരു യൂണിറ്റ് ഏരിയയിലുള്ള മൊത്തം ഇൻഡിവിജ്വൽസിൻ്റെ മാസ് എടുക്കുക. ഓക്കെ, ഓരോ ട്രോപ്പിക് ലെവലിലും. അതാണെന്ത്, ബയോമാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബയോമാസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽ. അപ്പോൾ ബയോമാസ് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതെന്തായി, പിരമിഡ് ഓഫ് ബയോമാസ്. അപ്പോൾ അതിൻ്റെ അപ്രൈറ്റ് പിരമിഡ് നോക്കാം. പ്രൊഡ്യൂസേഴ്സ്, പ്ലാന്റ്സിൻ്റെ, അപ്പോൾ ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയയിലുള്ള മൊത്തം പ്ലാന്റ്സിൻ്റെ മാസ് എന്താണ്, കൂടുതലാണ്. അവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെർബിവോർസിൻ്റെ ടോട്ടൽ മാസ് കുറവാണ്. പിന്നെ അവയെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ മാസ് കുറവാണ്. മുകളിലുള്ള ടോപ്പ് കാർണിവോറിൻ്റെ മാസ് കുറവായതുകൊണ്ട് നമുക്ക് എങ്ങനെ കിട്ടുക, അപ്രൈറ്റ് പിരമിഡ് കിട്ടുക. ഇനി അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ നോക്കാം. പ്രൊഡ്യൂസേഴ്സ് എന്താണ്, ബയോമാസ് കുറവാണ്. പിന്നെ അവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെർബിവോർസിൻ്റെ ബയോമാസ് കുറച്ചും കൂടി കൂടുതലാണ്. പിന്നെ കാർണിവോർസ്, വലിയ മത്സ്യങ്ങളാകുമ്പോൾ എന്താണ്, ബയോമാസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താ വരിക, അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്, ഇൻവെർട്ടഡ് ആയിട്ടാണ്. ഓക്കെ, അപ്രൈറ്റും ഇൻവെർട്ടഡും. പിരമിഡ് ഓഫ് ബയോമാസ്, ഇത് ടോട്ടൽ മാസ് പെർ യൂണിറ്റ് ഏരിയനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഗ്രാഫാക്കി കാണിച്ചു കഴിഞ്ഞാൽ അതാണെന്ത്, പിരമിഡ് ഓഫ് ബയോമാസ്. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബയോമാസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽ. ഓക്കെ, ദെൻ പിരമിഡ് ഓഫ് എനർജി. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ഈച്ച് ട്രോപ്പിക് ലെവൽ. ഫ്ലോ ഓഫ് എനർജിയെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കി കാണിക്കുകയാണെങ്കിൽ അതെന്തായും, പിരമിഡ് ഓഫ് എനർജി. അപ്പോൾ പിരമിഡ് ഓഫ് എനർജി പിക്ചർ ഒന്ന് നോക്കിയാൽ മതി. പ്രൊഡ്യൂസേഴ്സ് കിലോ കലോറിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കൂടുതലാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ. അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, എനർജി കുറയും. അതായത് മൊത്തം എനർജിയാണ് പാസ് ചെയ്യുന്നില്ല, ഒരു കുറച്ച് ഭാഗമാണ് പാസ് ചെയ്യുന്നത്. സെക്കൻഡറി കൺസ്യൂമറിൽ എത്തുമ്പോൾ വീണ്ടും കുറയും, ടെർഷ്യറി കൺസ്യൂമറിൽ എത്തുമ്പോൾ വീണ്ടും കുറയും. അപ്പോൾ എനർജി, പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ, അപ്രൈറ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഒരു ഫോമിലേ കിട്ടുള്ളൂ. മറ്റത് ഇൻവെർട്ടഡ് ആവാം, അപ്രൈറ്റ് ആവാം. പക്ഷേ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തായിരിക്കും, അപ്രൈറ്റ് പിരമിഡ് ആയിരിക്കും. ഇത്രയാണെന്ത്, എക്കോളജിക്കൽ പിരമിഡ്. ദെൻ നെക്സ്റ്റ് വൺ, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കീടനാശിനി പ്രയോഗമൊക്കെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ രാസവള പ്രയോഗമൊക്കെ അമിതമായി വന്നു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ടോക്സിക് ലെവൽ കൂടും. അപ്പോൾ അവയെ ഭക്ഷിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും, ആ ടോക്സിക് എന്ത് ചെയ്യും, ശരീരത്തിൽ പ്രവേശിക്കും.
അപ്പോൾ കുറേ കാലത്തേക്ക് നമ്മളിങ്ങനെ ഭക്ഷിക്കുന്ന പച്ചക്കറിയൊക്കെ ഭക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അതിങ്ങനെ അടിഞ്ഞു കൂടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ അവയെ ഭക്ഷിക്കുന്നവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, അത് കൂടിയ തോതിൽ വീണ്ടും അടിഞ്ഞു കൂടും. അങ്ങനെ ടോപ്പ് ലെവലിലെത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, ടോക്സിക് ലെവൽ വളരെയധികം കൂടിയ ഒരു തോതിലെത്തും. അതിനെയാണ് എന്ത് പറയുന്നത്, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അക്വാറ്റിക്കിലാണെങ്കിലും അങ്ങനത്തെ വെള്ളത്തിലാണെങ്കിലും മത്സ്യങ്ങൾ വഴി എന്ത് ചെയ്യും, മറ്റ് ജീവികൾ അവയെ ഭക്ഷിക്കുന്നവരെ ശരീരത്തിലെത്തും, പിന്നെ അവയെ ഭക്ഷിക്കുന്ന അങ്ങനെ എന്ത് ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ കൂടുതൽ ഭക്ഷിക്കുമ്പോൾ അല്ലേ, ട്രോപ്പിക് ലെവലിൽ മുകളിലോട്ട് എത്തുന്തോറും എന്ത് ചെയ്യും, ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കൂടുക. അപ്പോൾ അത്രയും ടോക്സിക് എന്ത് ചെയ്യും, അടിഞ്ഞുകൂടും ശരീരത്തിൽ. അങ്ങനെ കൂടി വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻ ഈച്ച് ലെവൽ ഓഫ് ദ ഫുഡ് ചെയിൻ ഈസ് കാൾഡ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഫുഡ് ചെയിനിൻ്റെ ഓരോ ലെവലിലും എന്ത് ചെയ്യാണ്, കോൺസെൻട്രേഷൻ കൂടി വരുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഇൻ ദിസ്, when producers take inorganic nutrients along with that, they also take some toxic substances and store it in their body. പ്രൊഡ്യൂസേഴ്സ് ഇനോർഗാനിക് ന്യൂട്രിയൻസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മണ്ണിൽ നിന്ന് അവയുടെ ശരീരത്തിലേക്ക് എന്തെത്തും, ടോക്സിക് സബ്സ്റ്റൻസ് എത്തും. വെൻ കൺസ്യൂമേഴ്സ് ഈറ്റ് പ്ലാന്റ്സ്, കൺസ്യൂമേഴ്സ് അവയെ ഭക്ഷിക്കുമ്പോൾ ടോക്സിക് സബ്സ്റ്റൻസസ് വിൽ എൻ്റർ ഇൻ ടു ദെയർ ബോഡി ആൾസോ ആൻഡ് വിൽ ബി സ്റ്റോർഡ്. അവയുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്യും. Thus, the concentration of toxic substances increases in the body of the consumer. അവ ഭക്ഷിക്കുന്ന കാലത്തോളം എന്ത് ചെയ്യും, ടോക്സിക് ലെവൽ കൂടി വരും. When these consumers are eaten up, this will move to next tropic level and get stored in larger amount. ഇനി ഇവയെ ഭക്ഷണമാക്കുന്നവരുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, അവ പ്രവേശിക്കുകയും അങ്ങനെ എന്ത് ചെയ്യും, ലാർജ് എമൗണ്ടിൽ ആ ടോക്സിക് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഒന്നും കൂടി നോക്കാം. എക്കോളജിക്കൽ സക്സഷൻ. ഒരു കമ്മ്യൂണിറ്റീനെ റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു പുതിയത് വരുന്നതിനാണ് എന്ത് പറയുന്നത്, എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് വൺ കമ്മ്യൂണിറ്റി ബൈ അനദർ അൺടിൽ എ സ്റ്റേബിൾ സ്റ്റേജ് ഈസ് റീച്ച്ഡ് ഈസ് കാൾഡ് എക്കോളജിക്കൽ സക്സഷൻ. പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഏരിയയിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്, പ്രൈമറി സക്സഷൻ. പ്രൈമറി സക്സഷൻ പയനിയർ ഓർഗാനിസത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവയാണ് എന്ത്, പയനിയർ ഓർഗാനിസം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡറി സക്സഷൻ, ഒന്നിനെ നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നിൻ്റെ നാശത്തിൻ്റെ ഫലമായി അവിടെ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്, സെക്കൻഡറി സക്സഷൻ. ദെൻ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എനർജി പാസിങ് ഫ്രം വൺ ലിവിങ് തിങ് ടു അനദറിനെ നമ്മൾ എന്ത് ചെയ്യുക, ആ പാത്തിനെയാണ് എന്ത് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻ്റർ കണക്ഷനാണ് അല്ലെങ്കിൽ ഇൻ്റർലോക്കിംഗ് പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. ദെൻ എക്കോളജിക്കൽ പിരമിഡ്സ്. എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഓരോ ട്രോപ്പിക് ലെവലിനെയും വെച്ചിട്ട് 3 ടൈപ്പ് ഉണ്ട്. പിരമിഡ് ഓഫ് നമ്പേഴ്സ്, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. നമ്പർ ഓഫ് ഇൻഡിവിജ്വലിനെ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുന്നതെങ്കിൽ പിരമിഡ് ഓഫ് നമ്പേഴ്സ്. ഇൻവെർട്ടഡ് ആവാം, അപ്രൈറ്റ് ആവാം, സ്പിൻഡിൽ ഷേപ്ഡ് ആവാം. പിരമിഡ് ഓഫ് ബയോമാസ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബയോമാസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ഏരിയയിലുള്ള ടോട്ടൽ ഇൻഡിവിജ്വൽസിൻ്റെ ടോട്ടൽ മാസ് എടുത്തിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, പിരമിഡ് ഓഫ് ബയോമാസ്. അപ്രൈറ്റ് ആവാം, ഇൻവെർട്ടഡ് ആവാം. പിരമിഡ് ഓഫ് എനർജി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ഈച്ച് ട്രോപ്പിക് ലെവൽ. ഓരോ ട്രോപ്പിക് ലെവലിലുള്ള എനർജി ട്രാൻസ്ഫറിൻ്റെ അളവ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കിട്ടുന്നതാണ് പിരമിഡ് ഓഫ് എനർജി. ദാറ്റ് ഈസ് ഓൾവേസ് അപ്രൈറ്റ്. Then biological magnification. Increase in concentration of toxic substances in each level of the food chain is called biological magnification. ഓരോ ട്രോപ്പിക് ലെവലിൽ എത്തുമ്പോഴേക്കും എന്താണ്, ടോക്സിക്കിൻ്റെ അളവ് കൂടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.